ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇതാ ഞാൻ കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചോറ് അവർക്ക് പാത്രത്തിലിട്ട് കൊടുക്കാൻ നിന്നപ്പം അവർക്ക് അതിനൊന്നും നേരമില്ല. അപ്പോൾ ഇതാ പാത്രത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാത്രത്തിലേക്കൊക്കെ ഇട്ട് കൊടുത്ത് ചോറൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അവർ കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആയിഷ കുട്ടനൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള വെള്ളം റെഡി ആയിട്ടില്ല, ഇപ്പം കൊണ്ടുവരട്ടെ മക്കളെ. അപ്പോൾ എൻ്റെ ചിന്നുവിൻ്റെ കിടത്തം കണ്ടോളി, ചിന്നു കിടക്കുന്ന സ്ഥലം കണ്ടോളി. ഇതാ കുട്ടൻ്റെ ആക്രമണം കാരണം ചിന്നു കിടക്കുന്ന സ്ഥലമാണിത്. എന്താണ് വെള്ള കോഴിക്കുഞ്ഞുങ്ങളെ ചോദിച്ചാൽ ഇതാണ് ഞങ്ങൾ വാങ്ങിയ കളർ കോഴിക്കുഞ്ഞുങ്ങളാണ്. കളർ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി വെള്ള കളർ, എല്ലാം പൂവൻ കോഴികളാട്ടോ. എല്ലാവരും പൂവന്മാരാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതാ എൻ്റെ ആയിഷക്കുട്ടിക്ക് വെള്ളം കൊടുക്കാനാണ് ഈ വെള്ളം കൊണ്ട് പോണത്. ബക്കറ്റിലാണ്. ഓളിതാ പാട്ട് പാടുന്നുണ്ട് ഗൈസ്. അപ്പം അവളെ പാട്ടൊന്ന് നിർത്താൻ ഈ വെള്ളം കൊടുത്താലേ സമാധാനമുള്ളൂ. അപ്പോൾ എൻ്റെ അനിയത്തിയും കുട്ടികളും എന്താണ് കോഴിൻ്റെ കൂടിൻ്റെ മുകളിലുള്ള ഷീറ്റൊക്കെ എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അവരൊരു ജോലിയിലാണ് കാണിക്കട്ടോ. അപ്പം കൂടിൻ്റെ അടിഭാഗം അവരിതാ ലെവലാക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെ തിരിഞ്ഞോളി. അനിയത്തിയും എൻ്റെ നിയമോളും മണ്ണ് കോരുന്ന പണിയിലാണ്. ഇത് മണ്ണ് കോരിയിട്ട് ഇത് ആയിഷാക്കുള്ള വെള്ളം, ഇത് കുട്ടനുള്ള വെള്ളം. പൊയ്ക്കോളി. ഇത് കുട്ടനുള്ള വെള്ളം, ഇത് ആയിഷാക്കുള്ള വെള്ളം. അപ്പം ചിന്നൂന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അതാണ് ചിന്നൂന് ഞാൻ വെള്ളം കൊടുക്കുക. അവൾ കുടിക്കണില്ല, അവൾക്ക് പാല് മാത്രം പറ്റുള്ളൂ. അപ്പോൾ കുട്ടന് എന്തായാലും കുറച്ചൊക്കെ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചോട്ടിട്ടോ കുഞ്ഞാ, വെള്ളം കുടിച്ചോട്ടിട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാട്ടോ. നമ്മുടെ ചിന്നു, നമ്മുടെ കുട്ടൻ. ഇവിടെ സാഹസികതയാണ്. കൂടിൻ്റെ മുകളിലുള്ള ഷീറ്റൊക്കെ എടുത്ത് മാറ്റിയിട്ട് രാവിലെ തന്നെ ഒന്ന് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും. അപ്പോൾ ഇതാണ് എൻ്റെ കോഴിക്കോട്. ഈ കോഴിക്കോടിൻ്റെ ഉള്ളിൽ കോഴികൾ എല്ലാ മണ്ണും നീക്കിയിട്ട് ലെവലാവാതെ കിടക്കുകയായിരുന്നു. ലെവലാക്കാൻ ഒരു സാധനം ചോദിക്കുന്നുണ്ട് മേസ്തിരിക്ക് ലെവലാക്കാൻ പട്ടിക കൊടുക്ക്. ഇതാണ് മേസ്തിരി ഭയങ്കര ജോലിയിലാണ്. ഇപ്പോൾ ക്ഷീണം പിടിച്ചിട്ട് ഒരു ഫുള്ള് റെസ്റ്റ് ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പണി നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് റെസ്റ്റിലായിരിക്കും. ഇനി കാണുന്നത് ചവിട്ട് നാടകമാണ്. ഇനി ആദ്യക്കുട്ടൻ്റെയും നിയമോളും ചവിട്ട് നാടകം കണ്ടോളൂ. ഇതാണ് ഞങ്ങളുടെ പണിക്കാരുടെ പണി. ഉണ്ടോ? ആദ്യക്കുട്ടൻ്റെ മുടികൾ കണ്ടോളി. അവൻ്റെ ഉപ്പാൻ്റെ സ്റ്റൈലാണ്, അവൻ്റെ ഉപ്പ സ്റ്റൈലാക്കുന്നതാണ് ആദ്യക്കുട്ടൻ്റെ മുടി. ഇതാണ് നിയൻ്റെ ചവിട്ട് നാടകം. നിയ വെയിലും കൊണ്ട് ചവിട്ട് നാടകത്തിലാണ്. ആദ്യക്കുട്ടനും അതേ തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. അവന് സന്തോഷം കൊണ്ട് അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ്റെ മുഖത്തും ഫുള്ളും പുഞ്ചിരിയാണ്. ആദിക്കുട്ട ഒന്ന് ഇങ്ങോട്ട് നോക്കൂ, എൻ്റെ ഫോണിലേക്ക് ഒന്ന് നോക്കൂ. ആദിയുടെ ചിരി കണ്ടോളൂ, അടിപൊളി ചിരിയാണ്. നല്ല വെയിലാണ്. നിയ സർക്കസ് കളിക്കുന്നുണ്ട്. നിയ എൻ്റെ ആയിഷാൻ്റെ കൂടുണ്ട്, ഇവിടെ എൻ്റെ കൂടാണ്. അതൊക്കെ ശ്രദ്ധിക്കുക, തലയിൽ തട്ടാതെ ഇറങ്ങുക. ആദിക്കുട്ടൻ എന്ത് ചെയ്യും കൂടിൻ്റെ ഉള്ളിൽ നിന്ന്? മേസ്തിരി എന്തെടുക്കുന്നു? മേസ്തിരിക്ക് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുത്താലേ സാധനങ്ങൾ റെഡിയാവുള്ളൂ. മേസ്തിരി അത്ര തട്ടിപ്പ് മേസ്തിരിയാണ് ഇവിടെ ഉള്ളത്. തട്ടിപ്പ് മേസ്തിരിക്ക് നിയനെയാണ് കൂട്ടുപിടിച്ചത്. നിയ അങ്ങനെ ഓടി നടക്കുക, മേസ്തിരി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് കണ്ടോളൂ. വെയിലത്തുനിന്ന് ഇങ്ങോട്ട് പോരു കുഞ്ഞാ. അപ്പോൾ ഇതാണ് കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആയിഷാനെ കൊണ്ടുപോകുമ്പോൾ
അവിടുന്ന് ഇങ്ങനെ ഇനി ഫുള്ളാക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങളെ പണിക്കാർ കണ്ട പാമ്പ്. ഞങ്ങൾ കാട്ടിലേക്ക് കൊണ്ടുപോയി ആക്കി കൊടുത്തു കേട്ടോ. ഈ പാമ്പിനെ കണ്ടല്ലോ എല്ലാവരും. പണിക്കാർ കണ്ട് പേടിച്ച് പോയ പാമ്പ്. ആ കൂട് ഒരു പഴയതുപോലെ ആക്കുന്നുണ്ട്. പാട്ട് പാടല്ലേ. ഇതാ നീയാണ് ഇപ്പം മെയിന് നീയാണ്. ആദ്യക്കൂട്ട അങ്ങോട്ട് കയറണ്ട. ഇതാ ഒരിട്ട് ലെവലാക്കി നീയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കൈ കീറണ്ട, കൈ കീറാതെ ഇവിടെ കുറച്ച് മതി. ഇവിടെ അത്ര അവിടേക്ക് തൂങ്ങണില്ലേ. പൊയ്ക്കോ നീ എൻ്റെ കാലാണ് ചവിട്ടി. അതിന് ആൾക്കാരിതാ കൂടിൻ്റെ ഉള്ളിൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ കൂടെ. ഇനി ഞാൻ എൻ്റെ ആയിഷാനെയും കുട്ടികളെയും കുറച്ച് നേരം തീറ്റിക്കാൻ പോവുകയാണ്. അപ്പം വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് കാണാത്തവർ, എന്നെ കൂട്ടാക്കാത്തവർ ഒന്ന് എൻ്റെ ചാനലിൽ പോയിട്ട് എന്നെ ഒന്ന് കൂട്ടാക്കി തരണേ.